ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരൻറ്റ് വിത്ത് SCRT SS. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ അവസാന പാഠഭാഗത്തേക്ക് കടക്കുന്നു. 7ാമത്തെ യൂണിറ്റ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. 6 പാഠഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. 7ാമത്തെ യൂണിറ്റ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. നല്ല രീതിയിലുള്ള ഒരു ഇൻട്രോ പിക്ചർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. അതുപോലെ പാഠഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പരിചിതമായിട്ടുള്ള മാധ്യമങ്ങൾ, ആശയവിനിമയത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഉപാധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പത്രങ്ങൾ, ലൈബ്രറി, മാസികകൾ, റേഡിയോ, TV, ഇൻ്റർനെറ്റ്. ഇവ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷതകൾ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഉപാധികളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ആദിമകാലം മുതൽ തന്നെ ആശയവിനിമയത്തിനായി വിവിധ രീതികൾ മനുഷ്യർ ഉപയോഗിച്ചു വരുന്നു. നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ അഥവാ മാസ് മീഡിയ. എങ്ങനെയാണ്? നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് മാസ് മീഡിയ അഥവാ ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ. ഇവയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഏത് തന്നെ ആയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ? സാമൂഹിക മാധ്യമങ്ങൾ അല്ലേ. കുറച്ച് കാലം മുമ്പ് നമ്മുടെ ജനസമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മാധ്യമം റേഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം ടെലിവിഷൻ, ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത് പത്രങ്ങൾ. പുതിയ മാധ്യമ ശൃംഖലയാണ് ഏത്? ഇൻ്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും. ആശയവിനിമയോപാധി എന്ന നിലയിൽ വിവിധ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആശയവിനിമയോപാധികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അച്ചടി മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രങ്ങൾ, മാസികകൾ അല്ലേ. ഇവയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? വാർത്തകൾ, ലേഖനങ്ങൾ. മാസികകളിലാണെങ്കിൽ കഥകൾ അല്ലേ, നോവലുകൾ, പരസ്യങ്ങൾ ഉണ്ടാവും. പിന്നെ റേഡിയോ, അറിയിപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. അതുപോലെ റേഡിയോ എന്ന് പറയുന്നത് കുറച്ച് മുന്നത്തെ ജനസമൂഹത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞു. ഇന്നും ജനപ്രീതി ഏറെയുള്ള മാധ്യമം തന്നെയാണ് റേഡിയോ എന്ന് പറയുന്നത്. ചിത്രഗീതങ്ങൾ, വാർത്തകൾ, നാടകാവതരണം, കത്തുകൾ, ഫോണിൻ പ്രോഗ്രാമുകൾ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റേഡിയോ ഒരു കാലത്തെ ഏറ്റവും വലിയ ആശയവിനിമയോപാധി ആയിരുന്നു. ടെലിവിഷനിൽ വിനോദ പരിപാടികൾ, സിനിമ, ഹാസ്യപരിപാടികൾ, വാർത്തകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇൻ്റർനെറ്റ്, ഓൺലൈൻ വാർത്തകൾ, കൊമേഴ്സ്, അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇവയൊക്കെ ഉൾക്കൊള്ളുന്നത് ഏത് രീതിയിലാണ്? ആശയവിനിമയോപാധിയായിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തികളിൽ വായനയ്ക്കും എഴുത്തിനുമുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. പത്രങ്ങൾ, മാസികകൾ, ബ്ലോഗുകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ലിഖിത ഭാഷയുമായി സമ്പർക്കം പുലർത്തുന്നു. ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ ഫോറങ്ങൾ എന്നിവ പോലുള്ള സംവേദനാത്മക ഇടങ്ങൾ, സെൻസിറ്റീവ് പ്ലാറ്റ്ഫോംസ് വ്യക്തികളെ അവരുടെ ചിന്തകൾ പ്രതിഫലിപ്പിക്കാനും പങ്കിടാനും സഹായിക്കുന്നു. അതായത് കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തെ മുതൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ആദ്യകാലങ്ങളിൽ കൂടുതലായിട്ട്
വീടുകളിലുള്ള സ്ത്രീകൾ വായിച്ചു കൊണ്ടിരുന്ന വാരികകൾ, മാസികകളാണ് മനോരമ, മംഗളം, വനിത പോലുള്ളവ. ഇവയിലൂടെയൊക്കെ ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള വായനാശീലം ഉണ്ടാകുന്നു. അതിലൂടെ സർഗാത്മകമായിട്ട് അവനവൻ്റെ കാഴ്ചപ്പാടുകളെ എഴുതാനും പ്രകടിപ്പിക്കാനും അവർക്ക് സാധിച്ചിരുന്നു. ഇന്നത് പടിപടിയായി വളർന്ന് ഏത് രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്? ഇന്നത്തെ ബ്ലോഗുകളിലേക്കും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ, എഴുത്തിടങ്ങളൊക്കെ കൂടുതൽ ഇന്റർനെറ്റ് മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. പറഞ്ഞു വന്നത്, അവനവൻ്റെ അഭിപ്രായങ്ങളെയും കഴിവുകളെയും വായിക്കുന്നതിലൂടെയും എഴുതുന്നതിലൂടെയും മറ്റുള്ളവരുമായി പങ്കിടുന്നതിന് വായനയ്ക്കും എഴുത്തിനും ഒരുപാട് പ്രാധാന്യം ഉണ്ട്. ഇവ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഇടങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങൾ, വായനശാലകൾ, പുസ്തക ക്ലബ്ബുകൾ, ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയവ വായനയും എഴുത്തും സംസ്കാരവും വളർത്തുന്നു. വിവിധ സാക്ഷരതാ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരിക്കാനും സാധിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു. അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികാസത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ കാരണമായി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മുൻപേയുള്ള ജനറേഷനിൽ നിന്നും ഇന്നത്തെ ജനറേഷനിലേക്കുള്ള ആ ഒരു മാറ്റത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്, അല്ലെ? ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വർധനവ് നല്ല രീതിയിൽ തന്നെ ആശയവിനിമയങ്ങളുടെ ഇടങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മാസികകൾ വായിച്ചുകൊണ്ടും അല്ലെങ്കിൽ വായനശാലകൾ, ലൈബ്രറികളിൽ നിന്ന് കൃത്യമായിട്ട് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിരുന്നവർക്ക് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ വായനയ്ക്കുള്ള ഇടങ്ങളും നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്ഷരതാ മിഷനിലൂടെ എല്ലാ ജനങ്ങളിലേക്കും, എല്ലാ ആളുകളിലേക്കും എഴുത്തും വായനയുടെയും പ്രാധാന്യം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിന് ഫലപ്രദമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ AI സാധ്യതയോട് കൂടിയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളും സമൂഹവുമായുള്ള പാരസ്പര്യം, ഇന്ററാക്ഷൻ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രധാന ആശയ വിനിമയോപാധികളാണ് മാധ്യമങ്ങൾ. സാമൂഹിക ജീവിതത്തിൽ വ്യക്തികൾക്കും സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന വിനിമയ ഇടങ്ങളാണ് ഏത്? മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ പലതായി തരംതിരിക്കാം. ആശയവിനിമയോപാധികളായിട്ടാണ് വിവിധ മാധ്യമങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവയുടെ സവിശേഷത എന്ന് പറയുന്നത് വ്യക്തികളും സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉറപ്പുവരുത്തുന്നു, അല്ലെ? സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും വാർത്തകളിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആദ്യകാലത്തെ പോലെയല്ല, ഇപ്പോൾ ലോകത്തിന് ഏത് ഭാഗത്ത് നടക്കുന്ന വിഷയങ്ങളെയും കൃത്യസമയത്ത് തന്നെ നമുക്ക് പറയാം ലൈവായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലേ? നവമാധ്യമങ്ങളിലൂടെ നമ്മളത് അറിയുന്നുണ്ട്. TV-യിലൂടെ ആയാലും ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടി നമ്മൾ ഫോണുകളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള ആശയ വിനിമയം നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മുൻപത്തെ കാലഘട്ടങ്ങളിലായാൽ അത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞിരുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ നാളെ രാവിലെ ആയിരിക്കും അറിയുക എന്നുള്ളൊരു വ്യത്യാസം. എങ്കിലും കൃത്യമായിട്ട് ജനങ്ങളും സമൂഹവുമായിട്ടുള്ള സമ്പർക്കം, അല്ലെ, ഇന്ററാക്ഷൻ നിലനിർത്തുന്നതിന് ഇത് സഹായകമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ വ്യക്തികൾക്കും സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന വിനിമയ ഇടങ്ങളെയാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവയുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ എങ്ങനെയെല്ലാം തരംതിരിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഒന്നാമത്തേത് അച്ചടി മാധ്യമങ്ങൾ, അല്ലെ, പ്രിന്റ് മീഡിയ. സ്കൂൾ ലൈബ്രറിയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ തുടങ്ങിയ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി ഡിജിറ്റൽ യുഗത്തിലും പ്രാധാന്യമുള്ളതാണ്. ഇവ സമഗ്രമായ വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും സമൂഹത്തിന് നൽകുന്നു. വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായനാനുഭവം അച്ചടി മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു. ഇവ സൂക്ഷിച്ചു വെച്ച് പുനർവായനയ്ക്ക് ഉപകരിക്കുന്നു. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാരിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രിന്റിംഗ് പ്രസ് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്?
ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് 1430-40 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് യൂറോപ്പിലാണ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ അച്ചടിച്ചു വരുന്ന മാസികകളിലും പത്രങ്ങളിലുമൊക്കെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സ്കൂളുകൾ ലൈബ്രറികളിലൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ പഠനാവശ്യത്തിനായിട്ടുള്ള പലതരത്തിലുള്ള മാസികകളും കാണാൻ സാധിക്കും അല്ലേ. യുറീക്ക, ഡൈജസ്റ്റ് പോലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ പ്രാധാന്യം എന്താണ്? വിശ്വസനീയമായിട്ടുള്ള അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. സാഹിത്യ സൃഷ്ടികൾ, നല്ല വായനാനുഭവം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അച്ചടി മാധ്യമങ്ങളിൽ വഴിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. വിവിധ വായനാനുഭവങ്ങൾ നൽകുന്ന പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്കുണ്ട്. ബാലസാഹിത്യങ്ങൾ, നോവലുകൾ, ക്രൈം ത്രില്ലറുകൾ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത വായനാനുഭവം നൽകുന്ന പുസ്തകങ്ങൾ നമുക്ക് ലൈബ്രറികളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവ പിന്നീട് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കാലം മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയാണ് അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ആനുകാലിക പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും വാർത്തകൾ, ലേഖനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും അഭിപ്രായവും സൂചിപ്പിച്ചുകൊണ്ട് പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കും. സോഷ്യൽ സയൻസ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ പത്രങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം, കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ മാധ്യമങ്ങളോട് കൃത്യമായിട്ടുള്ള ബന്ധം പുലർത്താൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രക്ഷേപണ മാധ്യമങ്ങൾ, ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഇവിടെ ഒരു നല്ല രീതിയിലുള്ള നമുക്ക് കൺവേ ചെയ്യാൻ പാകത്തിലുള്ള നല്ലൊരു പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. കോൺസെപ്റ്റ് മാപ്പ് പോലെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ. ഒരാൾ കാര്യങ്ങളെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോഗ്രാഫർ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യത്തെ ട്രാൻസ്മിറ്റർ റിസീവ് ചെയ്തുകൊണ്ട് അവയെ ഉപഗ്രഹങ്ങളിലേക്ക് കൃത്യമായി അയക്കുന്നു അല്ലേ. ഡാറ്റ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡാറ്റയെ ഉപഗ്രഹങ്ങളിൽ DTH റിസീവർ വെച്ച് അല്ലെങ്കിൽ അവയെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. DTH റിസീവർ കേബിൾ വഴി ഒക്കെ നമുക്ക് ഇവ TV-യിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നു. ഇത്തരത്തിലാണ് പ്രക്ഷേപണ മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രക്ഷേപണ മാധ്യമങ്ങൾ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. റേഡിയോ, ടെലിവിഷൻ എന്നിവ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഒരേ സമയം ആശയങ്ങൾ എത്തിക്കുന്നു. ഇതിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരിടുന്നതിനാൽ ഇവയിൽ പാരസ്പര്യ സാധ്യത പരിമിതമാണ്. ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ട് വല്ലതും സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇപ്പോൾ വാർത്തകൾ, സംഗീതം, ചർച്ചകൾ, സംവാദങ്ങൾ, കായിക വിനോദം മുതലായവ പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസിക്കുന്നുണ്ടെങ്കിലും പ്രക്ഷേപണ മാധ്യമങ്ങൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുകയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സഹായകമാവുകയും ചെയ്യുന്നു. അപ്പോൾ പ്രക്ഷേപണം ലഭ്യമാകുന്നുണ്ട്. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ ഇവ സ്വാധീനിക്കുന്നു. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സഹായകമാവുകയും ചെയ്യുന്നു. റേഡിയോ, ടെലിവിഷൻ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഏതു വിധമാണ് സംപ്രേഷണം ചെയ്യുന്നവരെ അറിയിക്കുന്നത്? കത്തുകളിലൂടെ അറിയിക്കാം. നമുക്ക് മെയിൽ ചെയ്യാൻ സാധിക്കും. ഫോണിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ വിളിച്ചറിയിക്കാൻ സാധിക്കും. ലൈവ് ചാറ്റുകൾ അല്ലേ. ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലൊക്കെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ലൈവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പോട്ടിൽ അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കും അല്ലേ. 3. ഡിജിറ്റൽ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മീഡിയ. SCERT കേരള എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കൃത്യമായിട്ടുള്ള അവലോകനം നടക്കുന്ന പോർട്ടലാണ് SCERT കേരള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമഗ്ര നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ, അതുപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്കുകൾ, ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പോർട്ടലാണ് സമഗ്ര പ്ലസ് എന്ന് പറയുന്നത്. ഇവ രണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി
SCERTയുടെയും സമഗ്ര പോർട്ടലിൻ്റെയും ഹോം പേജിൻ്റെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ സമഗ്ര പോർട്ടൽ ഉപയോഗിക്കാറില്ലേ? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അല്ലെ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ക്ലാസ്സുകളിലെയും കൃത്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ലേണിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് സ്കൂൾ ക്ലാസ് റൂമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ലഭ്യമാകുന്ന ഒന്നാണ് സമഗ്ര പോർട്ടൽ, സമഗ്ര പ്ലസ് എന്ന് പറയുന്നത്. SCERTയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാഠ്യപദ്ധതി രൂപീകരിക്കുന്നു, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഗവേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു, അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്നു, പഠനോപകരണങ്ങളുടെ വികസനം സാധ്യമാക്കുന്നു, നൂതനമായിട്ടുള്ള പഠന രീതികൾ, പരീക്ഷണങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുക്കുന്നു, പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നു, പരീക്ഷ, വിലയിരുത്തൽ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഇന്റർനെറ്റിന്റെ വരവോടെ വിപ്ലവകരമായ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വരികയും ചെയ്തു. വെബ്സൈറ്റുകൾ, ഓൺലൈൻ വാർത്തകൾ, ബ്ലോഗുകൾ എന്നിവ തത്സമയ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഇതോടെ മാധ്യമങ്ങളിലൂടെ സാമൂഹിക പാരസ്പര്യം, സോഷ്യൽ ഇന്ററാക്ഷൻ വർദ്ധിച്ചു. വിവരങ്ങളുടെ ഉള്ളടക്കം പങ്കിടാനും ചർച്ച ചെയ്യാനും ഇവ അവസരമൊരുക്കി. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി നമ്മളൊക്കെ ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്ന നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ തന്നെയും നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾക്ക് വേദി ഒരുക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുന്നു അല്ലേ, നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമീപിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആണല്ലോ. കൃത്യമായിട്ടുള്ള ആശയവിനിമയം നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവ് സെഷനുകളൊക്കെ നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന എല്ലാ ഡിജിറ്റൽ ഓൺലൈൻ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെ, വീഡിയോ ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. കൃത്യമായിട്ട് അസസ്മെൻറ്റുകൾ അല്ലെ, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതുവഴി സാധ്യമാകുന്നുണ്ട്. അതൊന്ന് ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുക. ഓക്കെ, വിദ്യാഭ്യാസ സംബന്ധിയായ ബ്ലോഗുകൾ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? അടുത്തിടെ നിങ്ങൾ സന്ദർശിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വെബ്സൈറ്റ് ഏതാണ്? അവയിൽ നിങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. സമഗ്ര കൂടാതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അതുമല്ലെങ്കിൽ PDF നോട്ടിനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ബ്ലോഗുകൾ ഏതൊക്കെയാണ്? ഒരു A+ എഡ്യൂക്കെയർ, HSS ലൈവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ബ്ലോഗുകളൊക്കെ നമ്മുടെ ഈ ഫോണുകൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നാലാമത്തത് സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. ഇവിടെ ഒരു വാട്സപ്പ് ചാറ്റാണ് അല്ലെ കൊടുത്തിട്ടുള്ളത്. വർണ്ണക്കൂടാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാധ്യമവും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ സെമിനാർ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ടീച്ചേഴ്സ് അല്ലെ, നമ്മളെ കുട്ടികൾ അടങ്ങുന്ന ക്ലാസ് ഗ്രൂപ്പുകളിൽ ടീച്ചേഴ്സ് ഇത്തരത്തിലുള്ള മെസ്സേജോ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? റിപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. നമ്മളൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഇട്ടുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പങ്കെടുക്കാം ടീച്ചർ, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഉണ്ടാകില്ല ടീച്ചർ അല്ലേ, അപ്പം പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഏതിനു ശേഷമാണ്? കൊറോണ കാലങ്ങളിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും ഇത്തരത്തിലുള്ള ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അല്ലേ. ആ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും സൂം, ഗൂഗിൾ മീറ്റുകളിലൂടെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആശയവിനിമയം നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെയാണ് നടത്തിക്കൊണ്ട്
പോകുന്നത് ആണല്ലോ. ഓൺലൈൻ സെമിനാറിനെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് നൽകുന്നതും വിദ്യാർത്ഥികൾ അതിനോട് പ്രതികരിക്കുന്നതും ശ്രദ്ധിച്ചില്ലേ? സാമൂഹിക മാധ്യമങ്ങൾ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പിന്തുണ നൽകാറുണ്ട്? പഠന വിഭവങ്ങൾ പങ്കുവെക്കാൻ, പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്രദമാകാറുണ്ട്. പഠന സാമഗ്രികൾ, വിഭവങ്ങൾ എന്നിവ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി കൂട്ടുകൂടിയിട്ടുള്ള പഠന സാധ്യതയുണ്ട്. ആശയവിനിമയം കൃത്യമായി സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഇതുവഴി നടത്താറുണ്ട്. എന്നിവയാണ് ഇവിടെ എഴുതേണ്ടത്. സാമൂഹിക മാധ്യമങ്ങൾ ആധുനിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. വ്യക്തിയാന്തര ബന്ധങ്ങളും അഥവാ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സാമൂഹിക പാരസ്പര്യവും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എഴുത്ത്, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പോലെയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കിടാനും സംവദിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സാമൂഹിക മാധ്യമങ്ങൾ. നേരിട്ടുള്ള സന്ദേശമയക്കൽ, അഭിപ്രായം രേഖപ്പെടുത്തൽ, പൊതുവായ പങ്കിടൽ എന്നിവയുൾപ്പെടെ വിവിധ ആശയവിനിമയ രൂപങ്ങളിലൂടെ സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക കൂട്ടായ്മകളും സുഗമമാക്കുന്നു. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും സാമൂഹിക പാരസ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നതിലും സാമൂഹിക മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലാസ് ഗ്രൂപ്പുകൾ മാത്രമല്ല, അല്ലല്ലോ. നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. നമ്മുടെ വാർഡ് മെമ്പറും അല്ലെങ്കിൽ വാർഡ് കൗൺസിലറും അവിടുത്തെ അംഗങ്ങളും ഉൾപ്പെടുന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അതുപോലെ തന്നെ പലവിധ റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടുന്ന കൂട്ടായ്മകളുണ്ട്. ഇവയൊക്കെയും ഈ റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇടയിൽ പരസ്പര സൗഹൃദം അല്ലെങ്കിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന കൂട്ടായ്മകളാണ് ആണല്ലോ. ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ളവ അതുവഴി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർഡ് തല കൗൺസിലർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ വാർഡ് തല യോഗങ്ങൾ, ആ വാർഡിൽ നടത്തുന്ന പരിപാടികൾ, അതുവഴി ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയവയൊക്കെ അവ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ സ്വഭാവമുള്ളവയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനും അതുപോലെ തന്നെ പരസ്പരമുള്ള സഹകരണവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് വോയിസുകൾ, വീഡിയോകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്ന ഒരു ഇടമാണ് ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഞാൻ കൃത്യമായി നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്നില്ല. ഞാനും നിങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്. ഓക്കെ, മാധ്യമങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചുമർ പത്രിക തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ അച്ചടി മാധ്യമങ്ങൾ മുതൽ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വരെ വികാസം എന്ന് തുടങ്ങിയ ഹെഡിങ്ങോട് കൂടിയിട്ട് നല്ല ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. ഏകദിശയിൽ വിനിമയം സാധ്യമാക്കുന്നതിനാൽ ഇവയിലൂടെ പാരസ്പര്യം പരിമിതമാണ്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും നവമാധ്യമങ്ങളാണ്. ഇവ ഇരുദിശയിലേക്കും സുഗമമായ പാരസ്പര്യം സാധ്യമാക്കുന്നു. അതായത് പ്രക്ഷേപണ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമങ്ങളായിട്ടുള്ള റേഡിയോ, TV പോലുള്ളവ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ നവമാധ്യമങ്ങളായിട്ടുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സംവദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവ എന്താണ്? ഇരുദിശയിലേക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഇവ രണ്ടുമാണ് പാരമ്പര്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. പാരമ്പര്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, നവമാധ്യമങ്ങളിൽ ഇങ്ങോട്ടുമുണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ അവയിലെ വിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം. പരമ്പരാഗത മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങളാണ്. പത്രം, പുസ്തകങ്ങൾ തുടങ്ങിയവ
നവമാധ്യമങ്ങൾ, വെബ്സൈറ്റ്, ഓൺലൈൻ പത്രങ്ങൾ, ബ്ലോഗുകൾ തുടങ്ങിയവ. പ്രക്ഷേപണ മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ, ടെലിവിഷൻ. നവമാധ്യമങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങൾ, ഫോട്ടോ വീഡിയോ പങ്കുവയ്ക്കൽ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ചർച്ചാ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവ. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. മാധ്യമ രൂപങ്ങളുടെ പത്രം, മാസിക, റേഡിയോ, ടെലിവിഷൻ, വെബ്സൈറ്റ്, സാമൂഹിക മാധ്യമങ്ങൾ. പേരുകൾ എഴുതിയ സ്ട്രിപ്പുകൾ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുക. വിവിധ സംഘങ്ങളായി തിരിയുക. ഓരോ സംഘവും വിവിധ മാധ്യമ രൂപങ്ങൾ തിരഞ്ഞെടുക്കുക. താഴെ നൽകിയിട്ടുള്ള സൂചനകൾ ഓരോ മാധ്യമങ്ങളിൽ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിക്കുന്നതെന്ന് കണ്ടെത്തുക. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വാർത്ത. അത് പത്രത്തിൽ എങ്ങനെയാണ്, മാസികകളിൽ എങ്ങനെയാണ്, റേഡിയോയിൽ, ടെലിവിഷനിൽ, വെബ്സൈറ്റിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. പരസ്യങ്ങൾ, വിനോദം, വിജ്ഞാനം, കായികം, കലകൾ അതെങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, പരസ്യങ്ങളാണെങ്കിൽ അത് പത്രത്തിൽ എങ്ങനെയാണ് കൊടുക്കുക. ഒരു ജ്വല്ലറിയുടെ പരസ്യം, അത് പത്രത്തിൽ എങ്ങനെയാണ് കൊടുക്കുക. ഒരു പെൺകുട്ടി ഗോൾഡൊക്കെ ധരിച്ച്, സ്വർണം ധരിച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അതിന് ആപ്റ്റായിട്ടുള്ളൊരു എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു പരസ്യവാചകവും കൂടി ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് ഏറ്റവും നല്ല ജ്വല്ലറിയുടെ ഒരു പേരും അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇനി അത് മാസികകളിലാണെങ്കിലും ഏകദേശം ആ രീതിയിൽ തന്നെയാവും കൊടുത്തിട്ടുണ്ടാവുക. കുറച്ചും കൂടി പ്രേക്ഷകരെ കയ്യിലെടുക്കാവുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് റേഡിയോ ആണെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്ന രീതിയിൽ, സംഭാഷണ രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യുക. ടെലിവിഷനിലാണെങ്കിൽ കുറച്ചും കൂടി മോഡലുകളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. വെബ്സൈറ്റുകളിലാണെങ്കിലും എങ്ങനെയായിരിക്കും, ഇന്നത്തെ രീതികൾ വെബ്സൈറ്റിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ AI സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തി ഇന്നോവേറ്റീവായിട്ട് രസകരമായിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഘട്ടം ഘട്ടമായി അവയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ ഒരു മാധ്യമങ്ങൾ അവയെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓരോ മാധ്യമത്തിലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്ന വിധം കൂടി കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് എന്താണ്? പ്രവർത്തനത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കാം. പ്രത്യേകതകൾ. ആശയവിനിമയം. പരമ്പരാഗത മാധ്യമങ്ങളിൽ ഏകദിശയിലാണ് ആശയവിനിമയം. വിനിമയം ചെയ്യുന്നവരിൽ നിന്നും സ്വീകർത്താക്കളിലേക്ക് മാത്രം അല്ലേ. അതായത് പത്രത്തിലൊരു പരസ്യമാണെങ്കിൽ നമ്മളത് കാണുന്നു, അതിങ്ങോട്ട് മാത്രമേ ഉള്ളൂ, നമുക്കതെന്തെങ്കിലും അങ്ങോട്ട് പറയാൻ സാധിക്കുമോ? ഇല്ല. നവമാധ്യമങ്ങളിലാണെങ്കിൽ രണ്ട് ദിശയിലേക്കും ആശയവിനിമയം സാധ്യമാകും അല്ലേ. വിനിമയം ചെയ്യുന്നവരും സ്വീകർത്താക്കളും തമ്മിൽ എന്തുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിൽ, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ ലൈവായിട്ടൊരു സെഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ക്ലിയർ? ഓക്കെ ആണോ? ഇനി സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചു, ശരിയാണോ തെറ്റാണോ, ഉടനടി നമുക്ക് റിപ്ലൈ കിട്ടും. ഓക്കെ. പാരസ്പര്യം, ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്? പരിമിതമാണ് അല്ലേ. പരമ്പരാഗതത്തിൽ പരിമിതമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഇവിടെയോ നവമാധ്യമങ്ങളിൽ എന്തുണ്ട്, നമുക്ക് പരസ്പര ബന്ധം പങ്കെടുക്കാനൊക്കെ സാധിക്കും. ഇനി പ്രത്യേകതകളിൽ പരമ്പരാഗത മാധ്യമങ്ങളിലെ രൂപം, ഭൗതിക രൂപം എന്ന് പറയുന്ന പത്രം, റേഡിയോ, ടെലിവിഷൻ. ഡിജിറ്റൽ രൂപം, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങൾ, ഫോണ്, ലാപ്പ് തുടങ്ങിയിട്ടുള്ളവ, ടാബ് ഒക്കെ. സ്വീകർത്താക്കൾ പരിമിതമായ പങ്കാളിത്തമാണ് പരമ്പരാഗത മാധ്യമങ്ങളിൽ. നവമാധ്യമങ്ങളിൽ ക്രിയാത്മക പങ്കാളിത്തം സാധിക്കും അല്ലെ. ലഭ്യത. പരമ്പരാഗത മാധ്യമങ്ങളിൽ സ്ഥലകാല പരിമിതിയുള്ളതിനാൽ എപ്പോഴും ലഭ്യമാകുന്നില്ല. പത്രം എല്ലാ ദിവസവും രാവിലെ, ഇനി അത് വൈകുന്നേരത്തെ പത്രമാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം. മാസികകൾ, വീക്കിലികളൊക്കെ എങ്ങനെയാണ്, മാസത്തിലൊന്ന്, ആഴ്ചകളിൽ, ഇങ്ങനെയൊക്കെയാണ് അത് ലഭ്യത ഉറപ്പുവരുത്തുന്നത്. നവമാധ്യമങ്ങളിൽ സ്ഥലകാല പരിമിതിയില്ലാതെ അന്തർദേശീയമായും ലഭ്യമാകുന്നു. നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലുള്ള വാർത്ത, ഇന്ത്യയിലുള്ള വാർത്ത, പുറത്തുള്ള വാർത്ത ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ. ഇനി അടുത്തത് പ്രത്യേകതകൾ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പങ്കാളിത്തം. പരമ്പരാഗത മാധ്യമങ്ങളിൽ പങ്കാളിത്തം കുറവും നവമാധ്യമങ്ങളിൽ പങ്കാളിത്തം കൂടുതലുമാണ്. അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ, സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ്, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിച്ചുകൊണ്ട്
സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നീ പരമ്പരാഗത മാധ്യമങ്ങൾ വിനോദം, വിവരവിനിമയം, വിജ്ഞാനം എന്നിവ സാധ്യമാക്കുന്നു. അതേസമയം നവമാധ്യമങ്ങൾ കൂടുതൽ ആശയവിനിമയം സാധ്യമാക്കുകയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പരമ്പരാഗത മാധ്യമങ്ങൾ വിനോദം, വിവരവിനിമയം, വിജ്ഞാനം എന്നിവ മാത്രമേ സാധ്യമാക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവയിൽ എന്തുണ്ടായിരുന്നില്ല? കൃത്യമായിട്ടുള്ള ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നില്ല. പങ്കാളിത്തം കുറവായിരുന്നു അല്ലേ? അപ്പോൾ അത് ഏതിൻ്റെ മെറിറ്റാണ്? നവമാധ്യമങ്ങളുടെ മെറിറ്റാണ്. ഏത്? ആശയവിനിമയം സാധ്യമാക്കുന്നു, പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഗുണാത്മകമായി സ്വാധീനിക്കുന്നു. എന്നാൽ ഗുണാത്മകമല്ലാത്ത സാഹചര്യങ്ങളും ഇവ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതായി സമൂഹശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. ഹ്രസ്വമായ പാരസ്പര്യത്തിൽ ഏർപ്പെടാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സാധിക്കുമെങ്കിലും അർത്ഥപൂർണവും ആഴത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ അവ പരാജയപ്പെടുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്കറിയാം, ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അടുത്തുള്ള കാര്യങ്ങളോ അടുത്തുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറഞ്ഞുകൊണ്ട് നമ്മൾ കാണാത്ത ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത് അല്ലേ? വിദ്യാർത്ഥികളുടെ പഠനത്തെയും ശാരീരിക മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അനിയന്ത്രിതമായ ഉപയോഗം വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അകലം സൃഷ്ടിക്കുന്നു. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ? അമിത ഉപയോഗം ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്, ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്കി ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.